Tips or Happy Life എന്ന യൂട്യൂബ് ചാനലിലെയും ഫേസ്ബുക്ക് പേജിലെയും എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒന്നാണ് നല്ല മയത്തിൽ സ്വാദിഷ്ടമായിട്ടുണ്ടാക്കുന്ന പുട്ട്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അരിഭക്ഷണം കുറയ്ക്കുന്നതാണ് ആരോഗ്യപരമായിട്ട് നല്ലത്. എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ അരിപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി വേണമെന്നുള്ളവർക്ക് അതുപയോഗിക്കാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വണ്ണം കൂടാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഗോതമ്പ് പുട്ട് തന്നെയാണ് നല്ലത്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചുരണ്ടിയത്. ഇനി പുട്ട് കുഴയ്ക്കാനായിട്ട് വെള്ളവും ഉപ്പും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും ആണ് നമുക്ക് വേണ്ടത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക, ഫുൾ വീഡിയോ കാണുക. പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ചെറുതായിട്ടൊന്ന് പൊടി വറുത്തെടുക്കുന്നത് നല്ലതാണ്. ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ച മണം മാറുന്ന പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് നമ്മൾ അപ്പച്ചമ്പിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതേ രീതിയിൽ ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത ശേഷം, അതായത് ഇളം ചൂടുള്ള പരുവത്തിൽ വേണം പൊടി നനച്ചെടുക്കേണ്ടത്. എന്നാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് കിട്ടും. പൊടിയിലേക്ക് അല്പാൽപമായിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഏത്തയ്ക്ക പുട്ട് ഉണ്ടാക്കിയപ്പോൾ പുട്ടിന് പൊടി നനയ്ക്കുന്ന പാകം എല്ലാം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ, ഇതറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് തരാം. ഇനി കുറച്ച് പീര നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ചീകി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പുട്ടിനുള്ള പൊടി തയ്യാറായിട്ടുണ്ട്. ഞാനിത് കുക്കറിൻ്റെ മുകളിൽ വെച്ച് ചിരട്ടപ്പുട്ടായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ പുട്ടുകണയും നമുക്ക് ഉപയോഗിക്കാം. പുട്ടുകണയിലാണെങ്കിലും ചിരട്ടപ്പുട്ടിലാണെങ്കിലും ആദ്യം നമ്മൾ പീര ചേർക്കുക. പീരയുടെ അളവ് കുറയ്ക്കരുത്, കുറച്ചാൽ പുട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറയും. അപ്പോൾ ആവശ്യത്തിന് പീര ചേർക്കുക. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർക്കാം. ലാസ്റ്റ് കുറച്ച് പീര കൂടി ഇതിലേക്ക് ഇട്ട ശേഷം അടച്ച് പുട്ടുകണയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം അടപ്പത്ത് വയ്ക്കുക. കുക്കറിൻ്റെ വിസിൽ നമ്മൾ ഊരി മാറ്റിയിട്ട് അവിടെ നമുക്ക് പുട്ടുകണ വയ്ക്കാം. തീ കൂട്ടി വെച്ച് നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ ടേസ്റ്റി ആയിരിക്കും. ഈ പുട്ടിന് ഒരു കറിയും വേണമെന്നില്ല നമുക്ക് കഴിക്കാനായിട്ട്. ഞാനിതുപോലെ ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടോ ഒക്കെ ചേർത്ത് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ വേറെ കറിയൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാറില്ല. ഇത് മാത്രമായിട്ട് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗോതമ്പ് മാത്രമായിട്ട് പുട്ടുണ്ടാക്കിയാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കറി വേണം, കടലക്കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുട്ടിൻ്റെ കോമ്പിനേഷൻ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷ്വൽസ് ഒന്ന് ശ്രദ്ധിക്കുക. ഡിസംബർ 31 ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ഞങ്ങൾ തേവരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സിറ്റുവേഷൻ ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ ഒക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സ്ഥലങ്ങൾ വരുമ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനത് വീണ്ടും ആ ഒരു ഇഷ്ടം തുടരുകയാണ്. അപ്പോൾ എന്തായാലും ഈ എറണാകുളത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ, അതുപോലെ അങ്കമാലിയിലുള്ള സ്ഥലങ്ങൾ, അതുപോലെ ചേർത്തലയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഇനി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നുള്ളൂ.
നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.